ഇതാണ് അംബികയുടെ മുറി. അംബിക ഇതിനകത്തുണ്ടോ? അവരിവിടെ നിന്ന് എവിടെ പോകാനാ? ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ വന്ന് കണ്ടോളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണം. അതവർക്ക് സന്തോഷമാവുമെങ്കിൽ ആയിക്കോട്ടെ. വരൂ. അംബികേ, അംബികയ്ക്ക് ഇവരെ മനസ്സിലായോ? എനിക്കിവരെ മനസ്സിലായില്ലല്ലോ സാറേ. ഞങ്ങള് ചേച്ചീനെ ഒന്ന് കാണാനായിട്ട് വന്നതാ. മന്ത്രിയുടെ മകനും കൂട്ടുകാരനുമാ. മന്ത്രിയുടെ മോനോ? അതെ, മന്ത്രിയുടെ മകനാ ഈ നിൽക്കുന്ന രുദ്രൻ സാർ. മന്ത്രിയുടെ മോൻ എന്നെ എന്തിനാ കാണാൻ വന്നേ? രുദ്രൻ സാറിനെ അംബികയോട് എന്തോ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതിനെന്താ, ചോദിച്ചോളൂ. അംബിക നല്ല മൂഡില. നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ ഇപ്പൊ വരാം. എങ്ങനെയുണ്ട് ചേച്ചി ഇവിടുത്തെ താമസമൊക്കെ? ഇവരൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുന്നുണ്ടോ? ചേച്ചിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ദാ നിൽക്കുന്ന രുദ്രൻ സാറിനോട് പറഞ്ഞാൽ മതി. രുദ്രൻ സാറ് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അത് കുറച്ചു മുമ്പ് ചേച്ചിയെ കാണാൻ ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ? ഓർക്കുന്നില്ല. അതെന്താ ചേച്ചി ഓർക്കാത്തെ? കുറച്ചു മുമ്പ് നടന്ന കാര്യം മറക്കുന്ന രോഗമൊന്നും ചേച്ചിക്ക് ഇല്ലല്ലോ. എനിക്കെന്ത് രോഗമുണ്ട്? ഇല്ലെന്ന് പറയാൻ നീ ആരാടാ? ഡോക്ടറോ? പറയടാ, നീ ഡോക്ടറാണോ? ഞാൻ ഡോക്ടറല്ല. എങ്കി പിന്നെ ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കരുത്. ചേച്ചി എടുത്ത് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാൻ മിണ്ടായിരിക്കണം. ചേച്ചി, ഞങ്ങൾക്ക് ആ 5 പെൺകുട്ടികളില്ലേ, അവരെ കുറിച്ചാണ് അറിയേണ്ടത്. ചേച്ചിയെ കാണാൻ ഇവിടെ വന്ന 5 പെൺകുട്ടികളെ. അവരോ? കണ്ട ഇപ്പൊ ചേച്ചിക്ക് ആളിനെ പിടികിട്ടുന്നില്ലേ? ഇനി പറ, ആ 5 പെൺപിള്ളേരെ ചേച്ചിയെ കാണാൻ എന്തിനാ വന്ന? അവരെനിക്ക് പലഹാരം കൊണ്ടുവന്നു. പലഹാരമോ? ആ, പലഹാരം. എന്തൊക്കെയോ കൊണ്ടുവന്നെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്തൊക്കെയോ കൊണ്ടുവന്നു. ആ, ഇപ്പൊ ഓർമ്മ വന്നു. 2 ആട്, 4 കോഴി, 3 പോത്ത്. വളർത്താൻ തന്നതാ, പക്ഷെ മഴവെള്ളം വന്നപ്പോഴേ എല്ലാം ചത്തുപോയി. അണ്ണാ, ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? നീ മിണ്ടായില്ലേ, ഞാൻ ഡീൽ ചെയ്യാം. അതേ, ഇവനെ അന്വേഷിച്ചാണോ 5 പെൺപിള്ളേരോട് വന്ന്? ഇവനെ അറിയാമോ ചേച്ചിക്ക്?